അച്ഛാ, ഈ കുരിശും ലോക്കറ്റും ഒക്കെ ഇല്ലേ, എവിടെയാണ് അവൈലബിൾ എന്ന്, എവിടെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരാമോ? നമുക്ക് ഈ കുരിശ് പലതരത്തിലുള്ള കുരിശുകളുണ്ട്, പല വലിപ്പത്തിലുള്ളതുണ്ട്. പിന്നെ ഈ കുരിശാണ് പൊതുവെ ഉപയോഗിക്കുന്ന കുരിശ്. പിന്നെ ചെറിയ കുരിശുകളൊക്കെ ഉണ്ട്, കാശുരൂപങ്ങൾ. ഈ രൂപം നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനത്തെ ലോക്കറ്റുകളുണ്ട്. അപ്പം ഇത് പൊതുവേ നമുക്ക് ലഭിക്കുന്നത് ബെനഡിക്റ്റൻ ആശ്രമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ റിലീജിയസ് ആർട്ടിക്കിൾസൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്, അവിടെ ഇത് ലഭ്യമാണ്. നമ്മൾ സെൻറ് ആൻഡീസിൻ്റെ റെലിക്ക് കൊണ്ടുവന്ന സമയത്ത് ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൽ നമ്മൾ വിറ്റിരുന്നു കുറച്ച് ഇങ്ങനത്തെ ബെനഡിക്റ്റൻ ക്രോസുകൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മുടെ അടുത്തുണ്ട്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെ നിന്ന് വാങ്ങിച്ചാലും നമ്മളിത് വെഞ്ചരിച്ചതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഒന്നെങ്കിൽ നിങ്ങളുടെ ഇടവക വൈദികനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്യാസ വൈദികനെ കൊണ്ട് വെഞ്ചരിച്ച ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. ഇപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന ക്രോസ് ആവശ്യമുള്ളവർക്ക് നമ്മൾ കുറച്ച് എണ്ണമുള്ളൂ, ആവശ്യമുള്ളവർക്ക് നൽകുന്നതാണ്. അതിന് നമ്മുടെ ഈ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. ആർക്കെങ്കിലും അത്യാവശ്യമുള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും. നമ്മളത് വെഞ്ചരിച്ചതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത്. വെഞ്ചരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കുരിശുകളുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് നമുക്ക് കൊടുക്കാൻ കുഴപ്പമില്ല.